Hello, welcome to Anjali's Food Court. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഗോബി ഫ്രൈ ആണ്. ഗോബി എന്ന് പറയുമ്പോൾ നമ്മളുടെ കോളിഫ്ലവർ ഫ്രൈ. അപ്പോൾ നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ്. നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ അതുപോലെ തന്നെ വെറുതെ കുറിക്കാനും നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ ഇതുകൂടി ഒന്ന് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഞാനിവിടെ ഒരു ചെറിയ കോളിഫ്ലവർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് തണ്ടോട് കൂടി തന്നെ കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. കുറച്ച് നീളത്തിൽ അതാ ഇതുപോലെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന വെള്ളത്തിലിട്ടിട്ട് ഒരു തിളപ്പിച്ച് ഊറ്റി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പും സാധാരണ ഇത് ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോളിഫ്ലവറിലേക്ക്. മഞ്ഞൾപ്പൊടി ഇതിൽ വല്ല അഴുക്കോ വല്ല വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചത്തുപോകാൻ അതുപോലെ വിഷാംശമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അധികമൊന്നും ഇട്ട് കൊടുക്കണില്ല. നമ്മളൊരു 1/4 ടീസ്പൂണോളം ഉപ്പും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഊറ്റിക്കളയും. അതുകൊണ്ട് ഉപ്പ് ഇത്തിരി മുന്തി നിന്നോട്ടെ, എന്നാലാണ് ഇതിൽ കറക്റ്റ് ഉപ്പൊക്കെ പിടിക്കുള്ളൂ. ആ വെള്ളം നമ്മൾ ഊറ്റിക്കളയുമ്പോൾ പകുതി ഉപ്പൊക്കെ പോവുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ളൊരു എന്താ പറയുക പേസ്റ്റ് പോലെ ഉണ്ടാക്കിയെടുക്കണം. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസാലക്കൂട്ട്. അതിനായിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാച്ചെങ്കിൽ 2 ടേബിൾ സ്പൂണോളം സാധാരണ മുളക് പൊടി എടുക്കുക. കാശ്മീരി ചില്ലി പൗഡറാണെങ്കിൽ കുറച്ച് കളർ കൊടുക്കും, അതുപോലെ തന്നെ ആ എരിവ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കതൊരു 3 ടേബിൾ സ്പൂൺ എടുത്താൽ ധാരാളമൊന്നുമില്ല, പാകം തന്നെയാണ്. പിന്നെ വേണ്ടത് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. അടുത്തത് ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുത്തു. ഈ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഊറ്റിയെടുത്തിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ചൂടൊക്കെ ഉണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. നമ്മളിപ്പോൾ ഒരു തിളച്ചതിന് ശേഷം ഒന്ന് അരിപ്പ് വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ആകെ അങ്ങനെ വെള്ളം പോലെ ആയിരിക്കും. അപ്പോൾ കൂടുതലും വെള്ളം ഇല്ലാണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഇനി നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നന്നായിട്ട് ഇതുമ്മേ അങ്ങോട്ട് പിടിച്ച് കിട്ടും. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇനിയും കുറച്ച് ഐറ്റംസ് ചേർക്കാണ്ട്, കുറച്ചല്ല ഒരു ഐറ്റം കൂടി ചേർക്കാണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചേർക്കാം, ഇഞ്ചിയും പച്ചമുളകൊക്കെ അരച്ചിട്ട് വെളുത്തുള്ളിയൊക്കെ അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, വെറുതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണുള്ളൂ. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് ഞാൻ വെച്ചു. അതിന് ശേഷം ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ്. കടലമാവ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കണം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്ര കൊണ്ട് ഉണ്ടെന്ന്. കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ മാവിൻ്റെ ചുവ മുന്നിട്ട് വെക്കും, അതുകൊണ്ട് അധികം കൂടുതൽ എടുക്കണ്ട. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് ഇതിലേക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് കറക്റ്റ് ഇങ്ങനെ എന്താ പറയുക മിക്സ് ആവാൻ ഉള്ള പരുവത്തിനാക്കി എടുക്കുക. അപ്പോൾ അധികം അങ്ങോട്ട് വെള്ളത്തിലങ്ങോട്ട് മുക്കി പൊരിക്കല്ല, ഇതുമ്മ ഒന്ന് കോട്ട് ചെയ്തിരിക്കണേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കണേന്ന്. ശരിക്കും മാവ് പോലെ ഇരിക്കുന്നില്ല, അതുമ്മ ഒന്ന് പെരണ്ടിരിക്കുക. ഇതുപോലെ അങ്ങോട്ട് കണ്ടില്ലേ, ഇതുപോലെ എടുക്കുക കേട്ടോ. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു കടായി വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് വെട്ടി തിളയ്ക്കണ സമയത്ത് ഇതിങ്ങനെ കൈ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും. ശരിക്കും നമുക്കത് ഓരോന്ന് എടുത്തിടാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ ഒരു പരുവാണ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ആയി കിട്ടട്ടെ. ഇതൊരു നല്ല ടേസ്റ്റും നല്ല സ്മെല്ലുമാണ്. നമ്മൾ ചൂടോട് കൂടി ഇങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ്. കുറേ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ തണുക്കും കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമുക്കിത് എപ്പോഴാണ് വേണ്ടത് വെച്ചാൽ ആ സമയത്ത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലാണ് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ നന്നായി തണുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ നമ്മളിതിലൊന്നും ചേർത്തിട്ടില്ല, അരിപ്പൊടിയോ ഇല്ലെങ്കിൽ വേറെ കോൺഫ്ലോറോ അതൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ടായിരിക്കാം അത് ശരിക്കും ഇപ്പോൾ കഴിക്കുകയാണെങ്കിൽ ഓക്കെ. കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല പഞ്ഞി പോലെ ആവും. അപ്പോൾ നല്ല ചൂട് ചായയുടെ കൂടെ നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രൈ ആയിട്ടുള്ള ഓരോ ഐറ്റംസ് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വലിയ പണിയൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഭാഗം ആയി തുടങ്ങി. ഇനിയിപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം, ഇതൊന്ന് വറുത്ത് കോരണം. അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ല റെഡ് കളർ തന്നെയാണ്. നമ്മളിത് വേറെ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആകപ്പാടെ ആ കാശ്മീരി മുളക് പൊടി ഇല്ല, അതിൻ്റെ ഈ കളറാണ് ഈ കാണുന്നത് കേട്ടോ.
പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളറാകുമ്പോൾ നമ്മളൊന്ന് വറുത്ത് കോരണം, ഇല്ലെങ്കിൽ അതൊരു കയ്പ്പ് രസം വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്രയും നമ്മൾ എന്താ പറയുക കുറേ നേരം കിടന്നാൽ നന്നായി അങ്ങോട്ട് ഫ്രൈ ആയി കിട്ടുവെച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. അത് കറക്റ്റ് പാകമാണ്. നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതുപോലുള്ള കളറാകുമ്പോൾ പതയൊക്കെ നിൽക്കും. കണ്ടില്ലേ, കുറേശ്ശെ പതയല്ലേ ഉള്ളൂ. ഈ ഒരു അങ്ങനെ ഒരു സമയമാകുമ്പോൾ നമുക്ക് വറുത്ത് കോരണം. അത് എന്തൊരു സംഭവമായാലും, കായ വറുക്കായാലും ചക്ക വറുക്കായാലും ബജ്ജി ഉണ്ടാക്കുകയാണെങ്കിലും ഇതുപോലെ ഈ പതയൊക്കെ മാറുന്ന സമയമാകുമ്പോഴാണ് കറക്റ്റ് ഫ്രൈ ആയി കോരാനുള്ള സമയം കേട്ടോ. അതിനി ഓർത്ത് വെച്ചോളൂ. പിന്നെ ഇനി അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുത്തു. ഒരു ബാച്ച് കഴിഞ്ഞു, ഇനി അടുത്ത ബാച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ നോക്കുക. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നാലാണ് ശരിക്കും ഒന്ന് പുറം ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ക്രിസ്പി ആവുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കളർ ചേഞ്ച് ആവും. അപ്പോൾ അത് അങ്ങോട്ട് ആവും ചെയ്യില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെന്താണ്, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, എത്രയൊക്കെ തന്നെ ശ്രദ്ധിക്കണ്ടോ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നായ കാരണമാണ് അതിൽ ഇതൊന്നും ചേർക്കാണ്ടിരുന്നത്. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ സിമ്പിളായിട്ട് ഒരു ഫ്രൈ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയ വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്